ഹലോ ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത് 1000 പേരൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരാൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക്സ്, ഫ്രൈറ്റ് ഫോർവേഡിംഗ്, 3PL, 4PL ആൻഡ് ഷിപ്പ് ഏജൻറ്റ് കമ്പനി, ഷിപ്പ് ഏജൻറ്റ്സ്. അപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആദ്യം നമുക്ക് ഷിപ്പ് ഏജൻറ്റ് അല്ലെങ്കിൽ ഷിപ്പിംഗ് ലൈൻ ഏജൻറ്റ് എന്ന് പറയുന്നിടത്ത് തുടങ്ങുവാണെങ്കിൽ, ഷിപ്പിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിപ്പുണ്ട്, കണ്ടെയ്നർ സർവീസ് ഉണ്ട്. കണ്ടെയ്നർ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. ഷിപ്പുണ്ട്, അവർക്കൊരു ലൈനർ സർവീസ് ഉണ്ട്. എന്ന് വെച്ചാൽ റെഗുലർ ആയിട്ടുള്ള പല പോർട്സിനെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു റെഗുലർ പാറ്റേണിലുള്ള ഒരു ഷിപ്പിംഗ് സർവീസ് ഉള്ളവരെയാണ് നമ്മൾ ഷിപ്പിംഗ് ലൈൻ എന്ന് പറയുന്ന ആൾക്കാർ. ഈ ഷിപ്പിങ്ങിന് അടുത്ത് നമ്മൾ ഫ്രൈറ്റ് ഫോർവേഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ DHL പോലത്തെ കമ്പനീസാണ്. DHL, അതുപോലെ യുണൈറ്റഡ് പാഴ്സൽ സർവീസ് പോലത്തെ കമ്പനീസ് ഫ്രൈറ്റ് ഫോർവേഡ് ചെയ്യുന്ന കമ്പനികളാണ്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഫ്രൈറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? കാർഗോയാണ്. അപ്പോൾ കാർഗോയെ നമ്മൾ പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫ്രൈറ്റ് ഫോർവേഡിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ അത് റോഡാവാം, റെയിലാവാം, സീ ആവാം, എയർ ആവാം, എങ്ങനെയെങ്കിലും. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് എന്ന് കരുതി ഇവർ ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല ചെയ്യുന്നത്, കാർഗോയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസും അവർ ചെയ്യും. നിങ്ങളൊരു കാർഗോ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ കസ്റ്റംസ് ക്ലിയറൻസ്, പാലറ്റ്, എന്ത് ആവശ്യമുണ്ടെങ്കിലും ചെയ്തു തരും. കപ്പലെ കയറ്റുന്നത് തൊട്ടിട്ട് കാർഗോ ഡോർ ഡെലിവറി ചെയ്യുന്ന അടക്കം എല്ലാം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഫ്രൈറ്റ് ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. ഇനി ഫ്രൈറ്റ് ഫോർവേഡിങ്ങും ലോജിസ്റ്റിക്സും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചാൽ, ഫ്രൈറ്റ് ഫോർവേഡിംഗ് ബേസിക്കലി നമ്മുടെ കാർഗോയുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ലെഗിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻറ്റയർലി എല്ലാം കവർ ചെയ്യും. മാനുഫാക്ചറിങ് കമ്പനികൾ ലോജിസ്റ്റിക്സ് ഉണ്ട്, അല്ലേ? മാനുഫാക്ചറിങ് കമ്പനീസിലെ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുമ്പോൾ അവിടെയും ഒരു ലോജിസ്റ്റിക്സ് കാർഗോ മൂവ്മെൻ്റ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ സാധനം ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അത് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് ആയിട്ട് കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ അവിടെയും നമുക്കൊരു ലോജിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ടേം എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ലോജിസ്റ്റിക്സിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്മൾ പറയുന്ന എല്ലാ ഫോർവേഡിങ് കമ്പനീസും ലോജിസ്റ്റിക്സുകാരാണ്. അതൊരു കോമൺ ടേമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആരും ഫ്രൈറ്റ് ഫോർ DHL ലോജിസ്റ്റിക്സ് എന്നാ പറയാറുള്ളൂ. ഈവൻ മേഴ്സ്ക് ലൈൻ ഷിപ്പിംഗ് കമ്പനി ആണെങ്കിൽ പോലും അവർ പറയുന്നത് മേഴ്സ്ക് ലോജിസ്റ്റിക്സ് എന്നാണ്. കാരണം അവർക്ക് ഈ ഒരു ഷിപ്പിംഗ് സർവീസ് മാത്രമല്ല ഉള്ളത്, അവർക്ക് വെയർ ഹൗസുകളും അവർക്ക് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് കാരണം. ഇനി 3PL 4PL ചോദിച്ചു. 3PL എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനി പോലത്തെ കമ്പനീസാണ്. അതായത് കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കാർഗോ മൂവ്മെൻറ്റ് സപ്പോർട്ട് കൊടുക്കുന്ന കമ്പനിയാണ് നമ്മൾ 3PL എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഔട്ട്സോഴ്സ് ചെയ്തുള്ള ആ സപ്പോർട്ട് കൊടുക്കുന്നവരാണ് 3PL. അപ്പോൾ നമ്മൾ 3PL എന്ന് പറയുമ്പോൾ ഫോർവേഡിംഗ് കമ്പനീസൊക്കെ എക്സാമ്പിൾസ് ആണ്. കാർഗോ ഒരു എക്സ്പോർട്ടർക്ക് വേണ്ടിയിട്ടുള്ള ഷിപ്പിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു 3PL കമ്പനീസാണ്. ഇനി എപ്പോഴാണ് 4PL ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ ഒരു ആസ് എ ഫോർവേഡിംഗ് കമ്പനി ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഷിപ്പിങ്ങിൻ്റെ സർവീസ് മാത്രം ചെയ്യുകയല്ല ചെയ്യുന്നത്. ഒരു പക്ഷേ എക്സ്പോർട്ടർക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു കാർഗോ മൂവ്മെൻറ്റ്, സപ്ലൈ ചെയിൻ എന്ന് പറയാം കുറച്ചും കൂടെ, അവരുടെ സപ്ലൈ ചെയിൻ ഒന്ന് സ്റ്റേബിലൈൻ ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ DHLൻ്റെ അടുത്ത് DHL ഇപ്പോൾ എൻ്റെ കേസ് DHL ഒരു ഫോർവേഡിംഗ് ആണ്. അത് എപ്പോഴാണ് അതൊരു 4PL ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലയൻറ്റ് A എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇവർ പറയുവാണ്, നിങ്ങളുടെ വെയർ ഹൗസ് ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റണം, നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇത്രയും ആൾക്കാർ ഇത് വേണ്ട ആവശ്യമില്ല, ഓൺ ട്രാൻസ്പോർട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അഡ്വൈസ് ഒക്കെ കൊടുത്ത് അവരുടെ സപ്ലൈ ചെയിനെ മൊത്തത്തിലെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യുമ്പോഴാണ് നമ്മളവരെ 4PL എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ പറയുവാണ്, ഇന്ന വെയർ ഹൗസുകൾ മാറ്റിയിട്ട് ഞങ്ങളുടെ ഒരു വെയർ ഹൗസ് നമുക്ക് ചെയ്യാം, ഈ വെയർ ഹൗസിൽ നിങ്ങളുടെ കാർഗോ ഉണ്ടെച്ചാൽ മതി, നമ്മളതെല്ലാം പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ് ഫേസ് കംപ്ലീറ്റ് അവർ ചെയ്യും. മറ്റങ്ങനെയല്ല. മറ്റേത് എക്സ്പോർട്ടർ പറയുന്ന അനുസരിച്ചുള്ള കാർഗോയുടെ ആ ഒരു മൂവ്മെൻറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എയറോ സീയോ എങ്ങനെയായാലും ഇത് സ്ട്രാറ്റജി ഉണ്ട്, ഇവർ പ്ലാനിങ് ഒക്കെ ഉണ്ട്. എങ്കിലും മറ്റതുപോലെ അത്രയ്ക്കും ഇല്ല. മറ്റത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. ഈവൻ സപ്ലയറെ വരെ അവർ വേണമെങ്കിൽ പറയും, ഇത്രയും സപ്ലയറെ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. അങ്ങനെയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സപ്ലൈ ചെയിൻ എങ്ങനെ കൃത്യമാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള സ്ട്രാറ്റജിയാണ് അവിടെ വരുന്നത്. കുറച്ചും കൂടെ ഒരു വലിയ കാര്യങ്ങളാണ്.